أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. എന്ന കലിമയാണ് തൗഹീദിന്റെ അടിസ്ഥാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയവനുമേൽ അള്ളാഹു അഗ്നിയെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ആയതിനാൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുവാൻ, അവൻ്റെ ശ്രദ്ധ പതിച്ചു കിട്ടുവാൻ, അവനിലേക്ക് കുമ്പിട്ടുകൊണ്ട് തൻ്റെ ശ്രദ്ധയെ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശിയായിത്തീരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അഗ്നിയെ അള്ളാഹു അയാൾക്ക് മേൽ നിഷിദ്ധമാക്കുന്നു. മറ്റൊരിടത്ത് ഇപ്രകാരം വരുന്നു, അള്ളാഹു നരകത്തിൻ്റെ തീ അയാൾക്ക് മേൽ നിഷിദ്ധമാക്കുന്നതാണ്. ഈ അധ്യാപനം തന്നെയാണ് പ്രവാചകന്മാർ സമർപ്പിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, ഞാനും എനിക്ക് മുമ്പേ കടന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും ഉത്കൃഷ്ടമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നതാകുന്നു. ഇതാണ് എല്ലാ പ്രവാചകന്മാരുടെയും അധ്യാപനം. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇത്തരം അധ്യാപനം നൽകിയ പ്രവാചകന്മാരുടെ സമുദായങ്ങൾ തന്നെ അവയെ നേരിട്ടോ അല്ലാതെയോ വിസ്മരിച്ചുകൊണ്ട് ഷിർക്കിനുള്ള വഴിയാക്കിയത് മാറ്റി. അങ്ങനെ യഥാർത്ഥ അധ്യാപനത്തെ അവർ പാടെ വിസ്മരിച്ചു കളഞ്ഞു. നമ്മൾ വളരെയധികം സൗഭാഗ്യവാന്മാരാണ്. അള്ളാഹു നമ്മെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ, സമുദായത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷിർക്കിനെ, അന്യാരാധനയെ പൂർണ്ണമായും വിഭാടനം ചെയ്ത തികവുറ്റ അധ്യാപനം നൽകി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ യഥാർത്ഥ പാഠം നൽകിക്കൊണ്ട് നമ്മുടെ ഇഹപരലോകങ്ങൾ സുഹൃതമാക്കാനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്തത്. ആയതിനാൽ ഇനി ആരെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, അതുപോലെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവർ മാത്രമേ ദൈവാനുഗ്രഹങ്ങൾക്ക് അവകാശികളാവുകയുള്ളൂ. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷിഫാത്ത് അഥവാ ശുപാർശയിലും ഉൾപ്പെടുന്നതാണ്. അവരെ സംബന്ധിച്ച് ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖയാമത്ത് നാൾ, അന്ത്യനാൾ, എൻ്റെ ഷഫാത്തിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം സൗഭാഗ്യവാൻ തൻ്റെ ഹൃദയാത്മന ആത്മാർത്ഥപൂർവം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചവനായിരിക്കും. ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നേടാൻ ഹൃദയാത്മന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കേണ്ടതാണ്. അതിൽ ഭൗതികതയുടെ കലർപ്പുണ്ടാകരുത്. അങ്ങനെയുള്ള വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയിൽ നിന്നും ഭാഗവാക്കാകുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഷഫാത്തിന്, ശുപാർശക്ക് അധികാരം നൽകിയ അവസാനത്തെയും സമ്പൂർണനുമായ പ്രവാചകനാകുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കേണ്ടതും അനിവാര്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഈ മഹിത സ്ഥാനത്തെക്കുറിച്ച് സ്വയം ഇപ്രകാരം വിവരിക്കുന്നു, തൗഹീദിന്റെ പ്രഖ്യാപനവും വിളംബരവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ സമ്പൂർണ്ണ പ്രവാചകനാണെന്ന് പ്രഖ്യാപിക്കുകയും
ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു സ്ഥലത്ത് ഒരിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ മറ്റൊരിടത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് അത്തരം വ്യക്തികൾക്ക് മേൽ നരകാഗ്നി നിഷിദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി തൗഹീദിന്റെ പ്രഖ്യാപനം എന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനും സമ്പൂർണ്ണ പ്രവാചകനാണെന്നും പ്രഖ്യാപിക്കാതെ സാധ്യമല്ല. തന്റെ സമുദായത്തിൽ ശിർക്ക് പൂർണ്ണമായും വിഭാടനം ചെയ്യുന്നു എന്ന് വിളംബരപ്പെടുത്തിയ ഏക പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അള്ളാഹു അവന്റെ റസൂലും അല്പമെങ്കിലും ശിർക്ക് പ്രകടിപ്പിക്കുന്നവരിൽ നിന്നും പൂർണ്ണമായും വിരക്തി പ്രകടിപ്പിച്ചുകൊണ്ട് വിളംബരപ്പെടുത്തിയിരിക്കുന്നു. പേരിന് മാത്രമാണെങ്കിലും നിസ്സാരമായ ഷിർക്ക് പ്രകടിപ്പിക്കുന്നവരിൽ നിന്നും അകന്നിരിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും മുസ്ലിങ്ങളിലും ഇത്തരം ഗോപ്യമായ ഷിർക്കിന് വിധേയരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള രഹസ്യമായ അല്ലെങ്കിൽ ഗോപ്യമായ ഷിർക്കിനെയും അള്ളാഹു അവന്റെ റസൂലും ശക്തമായി വിരോധിച്ചതാണ്. നമ്മൾ അഹമ്മദികൾ സൗഭാഗ്യവാന്മാരാകുന്നു. നമുക്ക് അള്ളാഹു ഈ കാലഘട്ടത്തിന്റെ ഇമാമിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനെ വിശ്വസിക്കാനുള്ള സൗഭാഗ്യം നൽകിയിരിക്കുന്നു. അദ്ദേഹം ഇസ്ലാമികാധ്യാപനങ്ങളെ സവിശദം അതുപോലെ തന്നെ ഗഹനമായും യുക്തിയുക്തവും നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ഗഹനതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന സ്ഥലത്ത് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥാനത്തെ പറ്റിയും അദ്ദേഹം പറഞ്ഞു തരികയുണ്ടായി. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ സമർപ്പിക്കുന്നതാണ്. അവ ഈ വിഷയത്തിൽ വളരെ ഭംഗിയായി വെളിച്ചം വീശുന്നുണ്ട്. അവ നമ്മയും ഈ വിഷയം അതിൻ്റെ ഗഹനതയോടുകൂടി മനസ്സിലാക്കണം എന്ന് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അത് മുഖേന തങ്ങളെ അവലോകനം ചെയ്യേണ്ടത് ഉണ്ട് എന്ന കാര്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹു തൻ്റെ അൽ യൗമ അക്മൽതു എന്നതിനെ സ്വയം വിശദീകരിച്ചു കൊണ്ട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ആയതിനാൽ അതിൽ 3 അടയാളങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ മഹാത്മാവ് ആ അടയാളങ്ങൾ 3 ലക്ഷണങ്ങൾ ഇപ്രകാരം പറയുന്നു. ആദ്യത്തേത് അസ്ലുഹ സാബിത്തുൻ, അതിൻ്റെ വേരുകൾ അടിയുറച്ചു നിൽക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ലക്ഷണം ഫർഉഹ ഫിസ്സമാ, അതിൻ്റെ ശാഖകൾ ആകാശത്തിലേക്ക് ഉയർന്ന നിലയിലുള്ളതായിരിക്കും. മൂന്നാമത്തെ ലക്ഷണം തൂത്തി ഉകുലഹ കുല്ലഹീൻ, സദാ സമയവും അത് നവങ്ങളായ ഫലങ്ങൾ നൽകുന്നു. ഇസ്ലാം മതം മാത്രമാണ് ഈ മാനദണ്ഡത്തിൽ പൂർണ്ണമായും നിലകൊള്ളുന്ന ഏക മതം. ഏതായാലും അസ്ലുഹ സാബിത്തു എന്നതിനെ, അതായത് ആദ്യത്തെ ലക്ഷണത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറയുന്നു, ഈമാന്റെ അടിത്തറയാണ് ആദ്യത്തെ ലക്ഷണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. അതായത് അസ്ലുഹ സാബിത്തുൻ എന്നതിനെ ആദ്യമായി സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ലക്ഷണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. പറയുന്നു വിശുദ്ധ ഖുർആൻ ഇതിനെ എത്ര വിശാലമായി സവിസ്തരം പറഞ്ഞു തന്നിട്ടുണ്ടെന്നാൽ അതിൻ്റെ എല്ലാ ന്യായവാദങ്ങളും തെളിവുകളും ഞാൻ എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ ചുരുങ്ങിയ വാള്യങ്ങളിലൊന്നും അത് പൂർത്തിയാകുന്നതല്ല. ആ വിഷയത്തിൽ ഗ്രന്ഥസമാഹാരങ്ങൾ തന്നെ രചിക്കേണ്ടതായി വരും. ആയതിനാൽ മാതൃക എന്നോണം ഏതാനും ചില കാര്യങ്ങൾ ചുവടെ ചേർക്കാം. ഏതുപോലെ വിശുദ്ധ ഖുർആന്റെ സൂറ ബഖറയിൽ 3-ാമത്തെ ജുസുയിൽ ഇപ്രകാരം പറയുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫി ലൈലി വന്നഹാരി വൽ ഫുൽകില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉ നാസ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ വബസ്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസ്തഖറി ബൈനസ് സമാഇ വൽ അർള് ലആയാതിൽ ലിഖൗമിൻ യഅഖിലൂൻ. അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറി മാറി വരുന്നതിലും മനുഷ്യർക്ക് പ്രയോജനപ്രദമായ വസ്തുക്കളും കൊണ്ട് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിലും മേഘങ്ങളിൽ നിന്നും അള്ളാഹു വെള്ളമിറക്കി ഭൂമിയെ അത് നിർജീവമായി കിടന്നതിന് ശേഷം സജീവമാക്കുകയും അതിൽ എല്ലാതരം ജീവജാലങ്ങളെയും വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിലും കാറ്റുകളുടെ ഗതിവിഗതികളിലും ആകാശഭൂമികൾക്കിടയിൽ അധീനമാക്കപ്പെട്ടിട്ടുള്ള മേഘങ്ങളിലും ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് നിശ്ചയമായും പലവിധ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന്റെ അസ്തിത്വത്തിനും അവന്റെ തൗഹീദിനും അവന്റെ ഇൽഹാമിനും
അവൻ യുക്തിഭദ്രമായി സംവിധാനം ചെയ്യുന്നതിനുള്ള അടയാളങ്ങളാകുന്നു. അള്ളാഹു തന്റെ വിശ്വാസത്തിന്റെ തത്വങ്ങളിൽ എങ്ങനെയാണ് പ്രപഞ്ച നിയമങ്ങൾ മുഖേന തെളിയിക്കുന്നതെന്ന് നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് മുഖേന ഇത് സ്ഥാപിച്ചിരിക്കുന്നു. പ്രപഞ്ച നിയമങ്ങളുടെ പിൻബലത്തിലാണ് ഈ തെളിവുകൾ നൽകിയിരിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ തന്നെ സൃഷ്ടിപ്പായ ആകാശഭൂമികളിലും അവയ്ക്കിടയിലുള്ള സൃഷ്ടികളിലും ദൃഷ്ടി പായിക്കുമ്പോൾ ഈ ആയത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അതായത് നിശ്ചയമായും ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവ്, സനാതനും സമ്പൂർണനും ഏകനും പങ്കുകാരനില്ലാത്തവനും തന്റെ ഇച്ഛയനുസരിച്ച് സംവിധാനം ചെയ്യുന്നവനും തന്റെ പ്രവാചകന്മാരെ ഭൂമുഖത്ത് അയക്കുന്നവനും ആയുണ്ട്. കാരണം എന്തെന്നാൽ അള്ളാഹുവിന്റെ ഈ എല്ലാ സൃഷ്ടിപ്പും പ്രപഞ്ച സംവിധാനത്തിന്റെ ഈ ശൃംഖലയും നമ്മുടെ കൺമുമ്പാകെയുണ്ട്. അത് വ്യക്തമായും വിളിച്ചോതുന്നത് ഈ ലോകം സ്വയമേവ ഭവിച്ചതല്ല, മറിച്ച് ഇതിനൊരു നിർമ്മാതാവും സൃഷ്ടാവുമുണ്ട്, സ്വയംഭൂവല്ല. അത്തരം ഒരു അസ്തിത്വ റഹ്മാൻ, പരമകാരുണികനും റഹീം, സ്വാഭാവികം കരുണ ചെയ്യുന്നവനും ഖാദിറെ മുത്ലിഖ്, സർവശക്തനും ഏകനും പങ്കുകാരനില്ലാത്തവനും ആദ്യാന്തങ്ങളില്ലാത്തവനും താൻ ഉദ്ദേശിക്കുന്നത് നടപ്പിൽ വരുത്തുന്നവനും എല്ലാതരം സമ്പൂർണ്ണ ഗുണങ്ങളുടെയും വിളനിലവും വെളിപാടിറക്കുന്നവനും ആകേണ്ടത് അനിവാര്യമാണ്. ഈ സിഫത്തുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കണം. ആയതിനാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കൊണ്ട് മനസ്സിൽ ഒരു ആരാധ്യന്റെ ചിത്രം മാത്രം അല്ല, ആരാധ്യൻ മാത്രമുണ്ട് എന്നൊരു ചിന്ത മാത്രം അല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് അത് നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നത് ദൈവം ഏകനാണെന്നും അനാദികാലം മുതൽ ഉള്ളവനും ശാശ്വതമായി നിലനിൽക്കുന്നവനുമാണെന്നും സർവ സൃഷ്ടികൾക്കും സ്രഷ്ടാവാണെന്നും ഈ പ്രപഞ്ച സംവിധാനം മുഴുവനും ചലനാത്മകമാകുന്നത് അവന്റെ കൽപ്പന മുഖേന മാത്രമാണെന്നും എല്ലാവിധം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അവനിലേക്ക് തന്നെ കുനിയണമെന്നും ഹൃദയത്തിൽ അത് രൂഢമൂലമാക്കുന്നുണ്ട്. അഥവാ അങ്ങനെ ഉണ്ടാകേണ്ടതാണ്. ഇതാണ് വിശ്വാസത്തിന്റെ അവസ്ഥയെങ്കിൽ ഷിർക്കിന്റെ, അന്യാരാധനയുടെ കലർപ്പില്ലാത്ത പരിപക്വമായ വിശ്വാസം അത്തരക്കാരിൽ ഉടലെടുക്കുന്നതാണ്. ഈ വിശ്വാസത്തെ സംബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ഈമാൻ കൈക്കൊള്ളുന്നവർക്ക് മേൽ നരകാഗ്നി ഹറാമായിരിക്കും. തുടർന്ന് ഹസ്രത്ത് മസീഹ് മൗദ് അലിഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇസ്തിആനത്ത്, സഹായം അർത്ഥിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് മാത്രമേ മറ്റുള്ളവരാൽ സഹായം അഭ്യർത്ഥിക്കപ്പെടുക എന്ന അധികാരമുള്ളൂ. അവനോട് മാത്രമേ സഹായം അർത്ഥിക്കാവൂ. അങ്ങനെ സഹായം അർത്ഥിക്കപ്പെടുന്നവനും അതുപോലെ തന്നെ ആർക്കെങ്കിലും സഹായം എത്തിക്കുന്നവനും അള്ളാഹു മാത്രമാകുന്നു. അതിനുള്ള പൂർണ്ണ അധികാര അവകാശങ്ങൾ അവനിൽ മാത്രമാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ അസ്തിത്വത്തോട് മാത്രമേ നമുക്ക് സഹായം അർത്ഥിക്കാൻ പാടുള്ളൂ. മറ്റാർക്കും അതിനുള്ള അർഹതയില്ല. അതുപോലെ മറ്റു ആർക്കും അത്തരം കഴിവുമില്ല. ഈ കാര്യത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത്. പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആദ്യമായി ദൈവിക ഗുണങ്ങളായ റബ്ബ്, പരിപാലകൻ, റഹ്മാൻ, റഹീം, പരമകാരുണികനും കരുണാമയനും, മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ എന്നിവയെ പ്രകടമാക്കി. തുടർന്ന് പഠിപ്പിച്ചത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതായത് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നതും നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം അർത്ഥിക്കുകയും ചെയ്യുന്നത് എന്ന് സൂറ ഫാത്തിഹയിൽ പഠിപ്പിച്ചിരിക്കുന്നു. ഇബാദത്ത് ചെയ്യാനുള്ള സഹായവും നിന്നോട് തന്നെ ചോദിക്കുന്നു. നിന്റെ സഹായം കൂടെ ഞങ്ങൾക്ക് ഇബാദത്ത്, ആരാധന കൃത്യങ്ങൾ ചെയ്യാനും സാധ്യമല്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ സഹായം ചെയ്യാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമാണുള്ളത്. ഏതെങ്കിലും മനുഷ്യനോ ചരാചരങ്ങൾക്കോ മറ്റ് സൃഷ്ടികൾക്കാർക്കുമോ ആകാശഭൂമികളിൽ ഈ അവകാശം ലഭ്യമല്ല. എന്നാൽ മറ്റൊരു തരത്തിൽ പ്രതിച്ഛായ എന്ന വണ്ണം ഈ അധികാരം ദിവ്യരായ ദൈവികരായ ആളുകൾക്ക്, ദൈവിക പുരുഷന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയാൽ അവരുടെ ദുആകൾ മുഖേനയും സൃഷ്ടികൾക്ക് സഹായം എത്തുന്നതാണ്. ഒരു കാര്യവും നമ്മൾ സ്വന്തമായി മെനഞ്ഞ് ഉണ്ടാക്കാൻ പാടില്ല, മറിച്ച് അള്ളാഹുവിന്റെ അരുളപ്പാടിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങൾക്കും ഉള്ളിൽ തന്നെ നാം നിലകൊള്ളേണ്ടതാണ്. അതിന്റെ പേരാണ് സിറാത്തെ മുസ്തഖീം, ചൊവ്വായ മാർഗം എന്നത്. ഈ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൽ നിന്നും നല്ലപോലെ മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് വ്യക്തമാകുന്നത് മനുഷ്യന്റെ പ്രേമഭാജനവും ആരാധ്യനവും പരമലക്ഷ്യവും അള്ളാഹു മാത്രമാകണമെന്നതാണ്.
രണ്ടാമത്തെ ഭാഗത്ത് നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ പ്രവാചകത്തിന്റെ പ്രകടനവും ഉണ്ടാകുന്നു. തുടർന്ന് പറയുന്നു, ഭൂമുഖത്ത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ അവൻ പൂർണ്ണമായും ഇല്ലാതാകുന്നത് വരെയും ദൈവത്തിന്റെ പ്രപഞ്ച നിയമം ഇപ്രകാരമാണ്. അവൻ എപ്പോഴും, അള്ളാഹു എപ്പോഴും തൗഹീദിനെ പ്രബലമാക്കുന്നു, സഹായിക്കുന്നു. അവൻ അയച്ച പ്രവാചകന്മാരെല്ലാം ആഗതരായത് മനുഷ്യ പൂജകളും മറ്റ് സൃഷ്ടി പൂജകളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. തൽസ്ഥാനത്ത് ദൈവാരാധന ലോകത്ത് സ്ഥാപിതമാക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ സേവനങ്ങളൊക്കെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിഷയം ആകാശത്തിൽ ജാജ്വല്യമാനമാകുന്നത് പോലെ ഭൂമിയിലും പ്രകാശമാനമാകണം എന്നതാണ്. ആകയാൽ ഇവരിൽ ഏറ്റവും ഉന്നതൻ ഈ കാര്യത്തെ ഏറ്റവും നന്നായി പ്രകാശിപ്പിച്ച് കാണിച്ചവനാകുന്നു. അദ്ദേഹം, ആ മഹാത്മാവ്, ആദ്യം പൊയ് ദൈവങ്ങളുടെ ദൗർബല്യം വെളിപ്പെടുത്തി, അതായത് വ്യാജ ദൈവങ്ങളുടെ നിസ്സഹായത തെളിയിച്ചു. വിജ്ഞാനവും കഴിവും മുഖേന അവർ വ്യർത്ഥമാണെന്ന് സ്ഥാപിച്ചു. എല്ലാ കാര്യങ്ങളും സ്ഥാപിതമായപ്പോൾ ആ പ്രകടമായ വിജയത്തിന്റെ എന്നേക്കുമുള്ള സ്മരണയായി ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന വചനത്തെ നിലനിർത്തുകയുണ്ടായി. ആ മഹാത്മാവ് തെളിവിന്റെ ബലമില്ലാതെ വെറും ഒരു വാദമെന്ന നിലയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചില്ല. മറിച്ച് ആദ്യം തെളിവുകൾ സമർപ്പിക്കുകയും വ്യാജ കാര്യങ്ങളുടെ, വ്യാജ അസ്തിത്വങ്ങളുടെ വ്യർത്ഥത പ്രകടമാക്കിക്കൊണ്ടും നിങ്ങളുടെ ദുശക്തികൾ ഇല്ലാതാക്കുകയും അഹങ്കാരം ഉന്മൂലനം വരുത്തുകയും ചെയ്തത് ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമല്ലെന്ന കാര്യത്തിലേക്ക് ജനങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ അംഗീകൃത യാഥാർത്ഥ്യത്തെ എല്ലാ കാലത്തും ഓർമ്മപ്പെടുത്താൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന അനുഗ്രഹീത കലിമ വചനം പഠിപ്പിക്കുകയും ചെയ്തു. മക്ക വിജയവേളയിൽ വിഗ്രഹാരാധകരായ ജനസഹസ്രങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ മേന്മയും മേൽക്കോയ്മയും കാണുകയുണ്ടായി. അബൂ സുഫിയാനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ആരാഞ്ഞു, ഇനിയും നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ യാഥാർത്ഥ്യം വ്യക്തമായില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും എന്നിൽ അക്കാര്യം വ്യക്തമായിരിക്കുന്നു. അല്ലാഹു അല്ലാതെ മറ്റാരാധ്യനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുമായിരുന്നില്ലേ? ഞങ്ങൾ ആരാധിക്കുന്ന ഈ 360 വിഗ്രഹങ്ങളിൽ ആരെങ്കിലും ഞങ്ങളെ എന്തെങ്കിലും സഹായിക്കുമായിരുന്നില്ലേ എന്നേറ്റു പറയുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് ഇസ്ലാം തന്റെ ഒരു എതിരാളിക്ക് മറുപടി നൽകിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അതായത് ആ പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനമായ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് ഏറ്റു പറയുകയാണെങ്കിൽ തിന്മകൾ അകന്നു പോകുമെന്ന്. അത് തീർത്തും ശരിയാകുന്നു. അതാണ് വാസ്തവത്തിൽ സത്യപൂർണമായ കാര്യം. നിങ്ങൾ പറയുന്നില്ലേ അങ്ങനെ ഏറ്റു പറഞ്ഞതുകൊണ്ട് തിന്മകൾ ഇല്ലാതാകുമെന്ന്? അത് തീർത്തും ശരി തന്നെ. എന്നാൽ ആരാണോ അള്ളാഹുവിനെ മാത്രം ഏകനും പങ്കുകാരനുമില്ലാത്ത ദൈവമായി മനസ്സിലാക്കുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സർവശക്തൻ അതുപോലെ തന്നെ ഏകനുമായ അസ്തിത്വമാണ് അയച്ചതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത്, തീർച്ചയായും ആ വ്യക്തി ആ കലിമയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവൻ വെടിയുകയാണെങ്കിൽ അയാൾ എന്തായാലും മോക്ഷം പ്രാപിക്കുന്നതാണ്. ആകാശത്തിന് കീഴിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തുകൊണ്ട് ഒരിക്കലും മോക്ഷം ലഭിക്കുന്നതല്ല. ആരെങ്കിലും മരിച്ചു വീണതുകൊണ്ട് മാത്രം മോക്ഷമുണ്ടാകില്ല. അതെ, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും മരണം ഏറ്റുവാങ്ങിയാലും നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നതല്ല. എന്നാൽ ഈ കലിമ കൊണ്ട്, പരിശുദ്ധ കലിമ കൊണ്ട് മോക്ഷം ലഭിക്കുന്നതാണ്. കലിമ കൊണ്ട് മോക്ഷം ലഭിക്കില്ല എന്ന് കരുതുന്നവനേക്കാളും വലിയ മതിഭ്രമമുള്ള വ്യക്തി മറ്റാരുണ്ട്? എന്നാൽ അള്ളാഹുവിനെ ഏകനും പങ്കുകാരനില്ലാത്തവനുമാണെന്ന് മനസ്സിലാക്കണം. ഇക്കാര്യം നല്ലപോലെ ചിന്തിക്കണം. ഇത് വെറുതെ ഒരു ഏറ്റുപറച്ചിലായിരിക്കരുത്, മറിച്ച് അള്ളാഹുവിന് ഏകനും പങ്കുകാരനില്ലാത്തവനുമാണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല, അവൻ വളരെയേറെ ദയ കാണിച്ചുകൊണ്ട് ലോകത്തെ വഴികേടിൽ നിന്നും രക്ഷിക്കാൻ തന്റെ റസൂൽ, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്, ആ മഹാത്മാവിനെ അയച്ച ഔദാര്യവാനാണെന്ന് മനസ്സിലാക്കുകയും വേണം. ഈ വിശ്വാസത്തിൽ ദൃഢബോധ്യം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സഹായത്താൽ ആത്മാവിലുള്ള അന്ധകാരം അകന്നു പോകുകയും സ്വാർത്ഥത ദൂരീകരിക്കപ്പെടുകയും തൽസ്ഥാനത്ത് തൗഹീദ് സ്ഥാപിതമാകുകയും ചെയ്യുന്നു. അവസാനം തൗഹീദിന്റെ ശക്തമായ അലതല്ലൽ
ഹൃദയത്തിൽ ഉണ്ടാകുകയും ഈ ലോകത്ത് തന്നെ ഒരു സ്വർഗീയ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്? അത് ഗ്രഹിക്കുമ്പോൾ ഈ ലോകത്ത് തന്നെ സ്വർഗീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നു. പറയുകയുണ്ടായി, നിങ്ങൾ കാണുന്നില്ലേ, പ്രകാശം കടന്നു വരുമ്പോൾ ഇരുട്ടിന് നിക്കക്കളിയില്ലാതായിത്തീരുന്നു. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പ്രകാശം ഹൃദയത്തിൽ പതിക്കുമ്പോൾ സ്വേച്ഛാപരമായ അന്ധകാരങ്ങളുടെ വികാരാവേശങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നതാണ്. അവ നിർമാർജനം ചെയ്യപ്പെടുന്നതാണ്. പാപത്തിന്റെ യാഥാർത്ഥ്യം ഇത്രമാത്രമാണ്. ധിക്കാരത്തിന്റെ കലർപ്പുമായി സ്വേച്ഛാപരമായ വിചാരങ്ങൾ കാരണം ശബ്ദാമയനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുക എന്നത്. അത്തരം പാപത്തെ പിന്തുടരുന്ന ഒരാളുടെ പേര് പാപി എന്ന് വരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ വിവക്ഷ അറബി നിഘണ്ടുകളിൽ ആവർത്തിച്ച് ഇപ്രകാരമാണ് വന്നിട്ടുള്ളത്: ലാ മത്ലൂബലി വല മഹബൂബലി വല മാബുദുലി വല മത്താലി ഇല്ലല്ലാ. അതായത് അള്ളാഹു അല്ലാതെ എനിക്ക് ഒരു ലക്ഷ്യവുമില്ല, ലക്ഷ്യസ്ഥാനവുമില്ല, സ്നേഹഭാചനവുമില്ല, ആരാധ്യനുമില്ല, അനുസരിക്കേണ്ട വ്യക്തിത്വവുമില്ല. ഈ ഒരു അവസ്ഥ സംജാതമാവുകയാണെങ്കിൽ നിശ്ചയമായും ജീവിതം സ്വർഗതുല്യമാകുന്നതാണ്. അതുപോലെ തന്നെ പൊറുമയുടെ, പാപപ്പൊറുതിയുടെ സംവിധാനം ഈ ലോകത്ത് തന്നെ ആരംഭിക്കുന്നതുമാണ്. തുടർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമയെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, യാഥാർത്ഥ്യം എന്തെന്നാൽ അള്ളാഹു നിരവധി കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അതിൽ ചിലത് പ്രാവർത്തികമാക്കാൻ എല്ലാവർക്കും സാധ്യമല്ല എന്ന് വരും. ഉദാഹരണമായി ഹജ്ജ്. ഇത് കഴിവുള്ളവർക്ക് മാത്രം നിർബന്ധമായിട്ടുള്ളതാണ്. ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമല്ല. അതിനുള്ള വഴിയിൽ സമാധാനം ഉണ്ടാകേണ്ടതുണ്ട്, വഴി സമാധാനപൂർണമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിന് പോകാനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നിർബന്ധമാണ്. താൻ പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്ന വീട്ടുകാർക്ക് അന്നപാനങ്ങൾക്കുള്ള അനുയോജ്യമായ അവർക്ക് ഉപജീവനത്തിനുള്ള സംവിധാനവും ഒരുക്കിയിരിക്കണം. അല്ലാതെ അവരെ പട്ടിണിക്കിട്ടുകൊണ്ട് ഹജ്ജിന് പോകാൻ പാടുള്ളതല്ല. ഇത്തരം എല്ലാ നിബന്ധനകളും അനിവാര്യമായും പൂർത്തിയായാൽ മാത്രമേ ഹജ്ജ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് സക്കാത്തിന്റെ കാര്യം. സക്കാത്ത് കൊടുക്കാൻ സാഹിബ് നിസാബ്, അതിൻ്റെ യോഗ്യത, അതിൻ്റെ മാനദണ്ഡം നേടിയ വ്യക്തി ആയിരിക്കണം. ആർക്കാണോ സക്കാത്ത് നിർബന്ധമാക്കപ്പെടുന്നത്, അതിനുള്ള തോത് പൂർത്തിയാകുന്നത്, അവർ മാത്രം സക്കാത്ത് നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ നമസ്കാരത്തിലും ഏറ്റക്കുറച്ചിലുകൾ സാധ്യമാണ്. ചിലപ്പോൾ യാത്രാവസ്ഥയുണ്ടാകും, ചിലപ്പോൾ രോഗാവസ്ഥയായിരിക്കും. അപ്പോൾ നമസ്കാരം കസ്റാകും, ജമ്മുമാകും. എന്നാൽ ഒരിക്കലും ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ഒരു കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ മാത്രമാകുന്നു. പരമാർത്ഥമായ സംഗതി ഇത് മാത്രമാണ്. ബാക്കിയുള്ളവയെല്ലാം തന്നെ ഇവക്ക് അനുപൂരകങ്ങളാകുന്നു. ഇബാദാത്തുകൾ, അതായത് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാതെ കണ്ട് തൗഹീദ് ഒരിക്കലും പൂർത്തിയാകുന്നതല്ല. ആരാധനകൾ നടത്തുന്നില്ലെങ്കിൽ തൗഹീദും സമ്പൂർണ്ണമാകുന്നതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനുള്ള യഥാവിധി കടമ നിർവഹിക്കപ്പെടുന്നതുമല്ല. ഇതിന്റെ വിവക്ഷ എന്തെന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ കർമ്മപരമായ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു പ്രേമഭാചനവും ലക്ഷ്യസ്ഥാനവും ഉദ്ദേശവും ഇല്ലെന്ന് തെളിച്ചു കാണിക്കേണ്ടതുണ്ട്. ഇതാണ് ഈമാന്റെ, സത്യവിശ്വാസത്തിന്റെ നിബന്ധന. വെറും അധര വ്യായാമമാകരുത്, നാവ് കൊണ്ടുള്ള ഉച്ചാരണം മാത്രമാകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ തന്റെ കർമ്മങ്ങൾ മുഖേന അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് ദൈവത്തോടും ദൈവസൃഷ്ടികളോടുമുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ട് വേണം അങ്ങനെ ചെയ്യാൻ. കാരണം ഇതും അള്ളാഹുവിന്റെ കൽപ്പനയാകുന്നു. തന്റെ പ്രേമഭാചനത്തിന് നേടാൻ വേണ്ടി അങ്ങനെ ചെയ്യണം. തന്റെ ഉദ്ദേശ ലക്ഷ്യം പ്രാപിക്കാൻ അങ്ങനെ ചെയ്യണം. ആരെയാണോ അന്വേഷിച്ച് നടക്കുന്നത് അവന് വേണ്ടി അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അവന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശരിയായ നിലയിലുള്ള പ്രവർത്തന രൂപമാകുകയുള്ളൂ. അപ്രകാരം മാത്രമേ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനും അതിൽ വിശ്വാസം അർപ്പിക്കുന്നവനുമായി ഒരു വ്യക്തി മാറുകയുള്ളൂ. പറയുകയുണ്ടായി, അങ്ങനെ ഒരു അവസ്ഥ സംജാതമാകുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വിശ്വാസത്തിലും കർമ്മത്തിലും ഈ ഒരു പ്രഖ്യാപനം പ്രകടമാക്കുന്ന വ്യക്തിയായി
ഒരാൾ മാറിയാൽ ആ വ്യക്തി ദൈവസവിധത്തിൽ ഈ പ്രഖ്യാപന കാര്യത്തിൽ വ്യാജനല്ലാതെ ആയി മാറുന്നതാണ്. ഇക്കാര്യം സംഭവിച്ചാൽ വളരെ നന്ന്. പിന്നെ അയാൾ ഒരിക്കലും വ്യാജവാദിയാകുന്നതല്ല. എല്ലാ ഭൗതിക വസ്തുക്കളും എരിഞ്ഞ് ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. അവയെല്ലാം നശിച്ചൊടുങ്ങുന്ന ഒരവസ്ഥ ആ വ്യക്തിയുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എല്ലാ ഭൗതിക കാര്യങ്ങളും ഭസ്മീകരിക്കപ്പെടുന്നു. അപ്പോൾ മാത്രമേ അള്ളാഹു ലക്ഷ്യസ്ഥാനവും ഉദ്ദേശവും പ്രേമവചനവുമായി മാറുന്നുള്ളൂ. ഈ ഒരു ആത്മീയാവസ്ഥ സംജാതമാകുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിടാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ രണ്ടാമത്തെ ഭാഗമായ മുഹമ്മദ് റസൂലുള്ള എന്നത് മാതൃക എന്നോണമാണ്. കാരണം മാതൃകയും ഉപമകളും ഉണ്ടാകുമ്പോൾ മാത്രമേ എല്ലാ കാര്യങ്ങളും എളുപ്പമാകുകയുള്ളൂ. പ്രവാചകന്മാർ മാതൃക സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം എല്ലാ ഉദാത്ത മാതൃകകളുടെയും തികവാർന്ന രൂപമായിരുന്നു. കാരണം എല്ലാ നബിമാരുടെയും മാതൃകകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്മിളിതമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശരിയായ വിവക്ഷ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഗ്രഹിച്ചത്. അള്ളാഹുവിന്റെ കൽപ്പനകളുടെ ശരിയായ നിലയിലുള്ള കർമ്മവും അതിന്റെ വിശദീകരണവും വ്യാഖ്യാനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് കരസ്ഥമാക്കിയിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തികവാർന്ന രീതിയിൽ കാണിച്ചു തന്ന മാതൃകാ പുരുഷൻ. അത് പ്രാവർത്തികമാക്കുന്നതിന് തികവാർന്ന രീതിയിൽ പ്രകടരൂപവും പ്രവർത്തന മാതൃകയും കാണിച്ചു തന്ന വ്യക്തി ആ മഹാത്മാവ് മാത്രമാണ്. തുടർന്ന് നമ്മെ ഉപദേശിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം പറയുന്നു: ആചാരപരമായ ബയ്യത്ത്, അനുസരണ പ്രതിജ്ഞ തീർത്തും നിരർത്ഥകമാണ്, നിഷ്പ്രയോജകരമാണ്. ഇത്തരത്തിൽ ബയ്യത്തിൽ നിന്നും ഭാഗവാക്കാകുന്നത് വളരെ പ്രയാസകരമാണ്. തന്റെ അസ്തിത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണമായ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ബയ്യത്ത് ആരിലാണോ ചെയ്യുന്നത് ആ വ്യക്തിയുടേതായി തീരുമ്പോഴും അങ്ങനെ ഒരു അവസ്ഥ സംജാതമാകുമ്പോഴുമാണ് ബയ്യത്തിൽ നിന്നും പൂർണ്ണമായും ഭാഗവാക്കാകാനും പങ്കുപറ്റാനും കഴിയുകയുള്ളൂ. ആരിലാണോ ബയ്യത്ത് ചെയ്തത് പൂർണ്ണമായും സ്നേഹവും ആത്മാർത്ഥതയും മുഖേനയും ആ വ്യക്തിയുടേതായി നാം മാറണം. അപ്പോഴാണ് ബയ്യത്ത് പ്രയോജനപ്പെടുക. പറയുന്നു, മുനാഫിക്ക്, കപട വിശ്വാസി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സത്യസന്ധമായ ബന്ധമില്ലാത്തത് കാരണം അവസാനം വിശ്വാസരഹിതനായി മാറുന്നതാണ്. മുനാഫിക്കുകളുടെ അവസ്ഥയും അതായിരുന്നു. പ്രത്യക്ഷത്തിൽ അവരും ബയ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ അവരിൽ ഒരിക്കലും സത്യസന്ധമായ സ്നേഹവും ആത്മാർത്ഥതയും ഉളവായില്ല. അതുകൊണ്ട് ബാഹ്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് പ്രയോജനപ്പെട്ടില്ല. ആയതിനാൽ ഈ ബന്ധത്തെ വളർത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാകുന്നു. ഈ ബന്ധത്തെ ദൈവാന്വേഷി വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ, അതിന് പരിശ്രമിക്കുന്നില്ലെങ്കിൽ അത്തരക്കാരുടെ പരാതിയും പരിവട്ടവും ഒക്കെ വ്യർത്ഥമാണ്. സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും ബന്ധം വർദ്ധിപ്പിക്കേണ്ടതാണ്. സാധ്യമാകുന്നിടത്തോളം ആ വ്യക്തി ഗുരുവിന്റെ വർണ്ണത്തിൽ നിന്നും വർണ്ണം സ്വയമാക്കണം. ഗുരുവിന്റെ രീതികളും വിശ്വാസവും സ്വാംശീകരിക്കണം. പറയുന്നു, നഫ്സ്, നമ്മുടെയൊക്കെ മനസ്സ് ദീർഘായുസ് ഉണ്ട് എന്ന് മോഹന വാഗ്ദാനം നൽകുന്നു. മനുഷ്യന് ദീർഘായുസ് ഉണ്ടെന്ന് ചിന്ത ഉളവാക്കുന്നു. ഇപ്പോൾ ആയുസ് പരന്നു കിടക്കുകയാണ്, ഇപ്പോൾ താൻ യുവാവാണല്ലോ എന്നൊരു ചിന്ത ഉളവാക്കുന്നു. ഇതൊരു വഞ്ചനയാണ്. ആയുസിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാനാവില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സത്യസന്ധതയിലേക്കും ആരാധനകളിലേക്കും തിരിയേണ്ടതാണ്. പ്രഭാതം തൊട്ട് പ്രദോഷം വരെ താൻ എന്താണ് ചെയ്യുന്നതെന്നും എത്രമാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹെ പ്രാവർത്തികമാക്കിയെന്നും കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ മനസ്സിലാക്കാനും അതിന്റെ കടമകൾ നിറവേറ്റാനും ഉപദേശിച്ചുകൊണ്ട് ആ മഹാത്മാവ് ഒരിടത്ത് നമുക്ക് ഇപ്രകാരം ഉപദേശം നൽകിയിട്ടുണ്ടായി: മുസ്ലിങ്ങൾ അലസരായി തീരണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം. അതായത് കലിമ ചൊല്ലി എന്ന് പറഞ്ഞ് മടി കാണിക്കരുത്. ഇസ്ലാം ആരെയും തന്നെ അലസരാക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കച്ചവടങ്ങളിലും അതുപോലെ തന്നെ ജോലികളിലും വ്യാപൃതരാകുക. എന്നാൽ അള്ളാഹുവിന് വേണ്ടി അവരുടെ ഒരു സമയവും ഒഴിവില്ലാത്ത ഒരു അവസ്ഥ ഞാൻ അവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കൂടി അവർക്ക് ഈ ഭൗതിക കാര്യങ്ങൾ കാരണം അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തിയാക്കാൻ ഒരു സമയം കിട്ടാത്ത അവസ്ഥ എനിക്ക് അനിഷ്ടകരമാണ്. കച്ചവട സമയത്ത് കച്ചവടം ചെയ്യുക, എന്നാൽ
ആ സമയത്തും ദൈവഭയത്തെ മുന്തിക്കേണ്ടതാണ്, മുന്നിൽ വെക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ ആ കച്ചവടവും ഇബാദത്തിന്റെ വർണ്ണം സ്വീകരിക്കും. നമസ്കാര സമയങ്ങളിൽ ഒരിക്കലും നമസ്കാരം ഉപേക്ഷിക്കരുത്. എല്ലാ കാര്യത്തിലും അത് എന്തു തന്നെയായാലും ദീനിനെ മുന്തിക്കേണ്ടതാണ്. ദീനിനെ മുന്തിക്കേണ്ടത് അനിവാര്യ സംഗതിയാകുന്നു. ഭൗതിക കാര്യങ്ങളിൽ, അതായത് ഭൗതിക കാര്യങ്ങൾക്ക് മുന്നിൽ ദീനിനെ മുന്തിക്കേണ്ടത് നമ്മുടെ പ്രതിജ്ഞയിൽ നമ്മൾ ശപഥം ചെയ്തിട്ടുള്ള കാര്യവുമാണ്. പറയുന്നു, ഭൗതിക ലോകം മാത്രം നമ്മുടെ ലക്ഷ്യമായി മാറരുത്. കേവലം ഭൗതികത മാത്രം ലക്ഷ്യം വെക്കരുത്. പരമപ്രധാനമായ ലക്ഷ്യം ദീനായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഭൗതിക കാര്യങ്ങളും ദീനിൽ ഉൾപ്പെടുന്നതാണ്. സഹാബാക്കളെ നോക്കുക. അവർ ഏറെ പ്രയാസഭരിതമായ ഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ കോന്തല മുറുകെ പിടിച്ചു. യുദ്ധവേളകളും വാളുകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സമയവും എത്രമാത്രം ഭയാനകമായിരിക്കുമെന്നാൽ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനുഷ്യൻ വിറകൊള്ളുന്നു. അത്തരം സമയത്ത് തീക്ഷ്ണതയുടെയും കോപാവേശങ്ങളുടെയും അടിയൊഴുക്കുണ്ടാകുന്നു. അത്തരം അവസ്ഥയിലും അവർ ദൈവകാര്യത്തിൽ ഒരിക്കലും അശ്രദ്ധരായില്ല. നമസ്കാരങ്ങൾ ഉപേക്ഷിച്ചതുമില്ല. ദുആകൾ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങൾ എല്ലാ തരത്തിലും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി കൂടുതൽ ഊന്നൽ നൽകുന്നു. വമ്പിച്ച പ്രഭാഷണങ്ങൾ നടത്തുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു. എന്നാൽ അള്ളാഹുവിൽ നിന്നും എത്രമാത്രം അശ്രദ്ധരാണ് എന്നാൽ അറിയാതെ പോലും ഈ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കുന്നില്ല. പിന്നെ അത്തരം സാഹചര്യത്തിൽ അവരുടെ പ്രയത്നങ്ങൾ പ്രയോജനപ്പെടും എന്ന് എന്തു പ്രതീക്ഷയാണ് വെച്ചു പുലർത്താനാകുക? അവരുടെ എല്ലാം തന്നെ ലൗകികത മാത്രമായി മാറിയിരിക്കുകയാണ്. പ്രയത്നങ്ങൾ ഭൗതികതയ്ക്ക് വേണ്ടി ചെയ്യുന്നു. പേരും, മുസ്ലിങ്ങളുടെ പേരും അള്ളാഹുവിന്റെ ദീനിന്റെ പേരും അവർ ദുർവിനിയോഗം ചെയ്യുന്നു. പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ ഹൃദയാന്തരങ്ങളിലും ആത്മാവിന്റെ ആഴങ്ങളിലും പ്രവേശിക്കാത്തിടത്തോളം നമ്മുടെ അസ്തിത്വത്തിന്റെ ഓരോ കണികയിലും ഇസ്ലാമിന്റെ പ്രകാശവും ആധിപത്യവും ഉണ്ടാകത്തിടത്തോളം ഒരിക്കലും നമുക്ക് പുരോഗതി പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് നന്നായി ഓർക്കുക. അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അകപ്പൊരുൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിനെ ആയിരിക്കണം തങ്ങളുടെ പരമലക്ഷ്യമാക്കി വെക്കേണ്ടത്, അല്ലാതെ ഭൗതികതയല്ല. തുടർന്ന് പരിശുദ്ധ കലിമയുടെ യാഥാർത്ഥ്യം, അതിന്റെ അർത്ഥം എന്നിവ വിവരിച്ചുകൊണ്ട് എങ്ങനെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ പറ്റി ആ മഹാത്മാവ് ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവരാണെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളാണെന്നും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആർമാദിക്കരുത്, സന്തോഷം കൊള്ളരുത് എന്ന് ഞാൻ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അള്ളാഹു ഒരിക്കലും തന്നെ വാചക കസർത്തിൽ തൃപ്തനാകുന്നതല്ലെന്ന് ഖുർആൻ പഠിതാക്കൾക്ക് നല്ലപോലെ അറിവുള്ള കാര്യമാണ്. കർമ്മപരമായ അവസ്ഥ ശരിയാകാതെ വെറും അധര വ്യായാമം കൊണ്ട് മനുഷ്യനുള്ളിൽ ഒരു മേന്മയും ഉണ്ടാകാനും തരമില്ല. നാവ് കൊണ്ടുള്ള വർത്തമാനങ്ങൾ ഒന്നും തന്നെയല്ല, കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ മൂല്യവത്തായത്. കർമ്മപരമായ അവസ്ഥ ശരിയല്ലെങ്കിൽ ഒന്നും തന്നെ നേട്ടമുണ്ടാകുകയില്ല. ജൂതന്മാരിലും കേവലം വാചക കസരത്ത് മാത്രമായ ഒരു ഘട്ടം വന്നിരുന്നു. അവർ കേവലം വീരവാദങ്ങളിൽ മാത്രം തൃപ്തിക്കൊണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. നാവ് കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഏറ്റു പറയുമായിരുന്നു. പക്ഷേ അവരുടെ മനസ്സുകളിൽ വിവിധ തരം മോശം ചിന്താഗതികളും വിഷലിപ്തമായ കാര്യങ്ങളും നിറഞ്ഞിരുന്നു. ഈ കാരണത്താൽ തന്നെ അള്ളാഹു ഈ സമുദായത്തിന് മേൽ പലതരം ആപത്തുകളും ഇറക്കുകയുണ്ടായി. അവരെ വിവിധതരം പ്രയാസങ്ങളിൽ അകപ്പെടുത്തുകയുണ്ടായി. അവരെ നിന്ദ്യരാക്കുകയുണ്ടായി. എത്രത്തോളം എന്നാൽ അവരെ പന്നികളും കുരങ്ങന്മാരുമാക്കി. പറയുന്നു, ഇത് ചിന്തിക്കേണ്ട ഘട്ടമാണ്. അവർ തൗറാത്തിനെ അംഗീകരിച്ചിരുന്നില്ലേ? അവർ തീർച്ചയായും അതിലും അതിന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരായിരുന്നു. പക്ഷെ അള്ളാഹു അവർ വെറും നാവ് കൊണ്ട് അംഗീകരിക്കുന്നവരും മനസ്സ് അതിനോട് താതാത്മ്യം പുലർത്താത്തവരുമായി മാറുന്നതിനെ ഇഷ്ടപ്പെട്ടില്ല. നാവ് കൊണ്ട് പറയുന്നതും ഹൃദയത്തിൽ അത് പ്രാവർത്തികമാക്കാതിരിക്കുന്നതും അള്ളാഹു ഇഷ്ടപ്പെട്ടില്ല. പറയുന്നു, നല്ലപോലെ ഓർക്കുക, ആരെങ്കിലും നാവ് കൊണ്ട് താൻ അള്ളാഹുവിന് ഏകനും പങ്കുകാരനില്ലാത്തവനുമാണെന്ന് അംഗീകരിക്കാനും തയ്യാറാണെന്നും അംഗീകരിക്കുന്നുവെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കുന്നുവെന്നും അതുപോലെ തന്നെ മറ്റെല്ലാ വിശ്വാസ കാര്യങ്ങളിലും വിശ്വസിക്കുന്നവനാണെന്നും അതിന്റെ വക്താവാണെന്നും പറയുകയും എന്നാൽ ഈ പ്രഖ്യാപനം കേവലം നാവിൽ മാത്രമാകുകയും അതിന് ഹൃദയം അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ വെറും അതൊരു വാചകമണി മാത്രമായിരിക്കും. ഹൃദയത്തിൽ നിന്ന് ശബ്ദം ഉയരാതെ വായ കൊണ്ട് വാക്കുകൾ ഉതിർക്കുന്നത് മതിയായതല്ല, പര്യാപ്തമല്ല. മനുഷ്യന്റെ ഹൃദയം വിശ്വാസം വരിക്കാതെ മോക്ഷവും സാധ്യമല്ല. വിശ്വാസിയാകുക എന്നതിന് അർത്ഥം
കർമ്മപരമായ അവസ്ഥ ഈ കാര്യങ്ങൾ പ്രകടമാക്കുന്നതായിരിക്കണം എന്നാണ്. അതുവരെ ഒരു കാര്യവും ഗുണം ചെയ്യില്ല. കർമ്മപരമായ അവസ്ഥ എന്തെന്നാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദമായി വിവരിച്ച കൽപ്പനകളെ പ്രാവർത്തികമാക്കുക എന്നതാണ്. പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ എല്ലാ കാര്യവും ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ശ്രദ്ധിക്കുകയും യഥാർത്ഥത്തിൽ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുകയും വേണം. കേവലം ശപഥം ചെയ്താൽ മാത്രം പോരാ, യഥാർത്ഥത്തിൽ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. പറയുന്നു, കർമ്മരൂപത്തിൽ അത് സ്ഥാപിക്കണം. പറയുന്നു, സൃഷ്ടികളെ മനുഷ്യന് വഞ്ചിക്കാൻ കഴിയുമായിരിക്കാം. 5 നേരം നമസ്കരിക്കുന്നതും നന്മകൾ ചെയ്യുന്നതും കാണുമ്പോൾ ജനങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ വഞ്ചിക്കാനാകും. ജനങ്ങൾ കാണുന്നത് നമസ്കരിക്കുന്നതാണ്, മസ്ജിദിൽ വന്ന് നഫലുകൾ അനുഷ്ഠിക്കുന്നത് കാണുന്നു. 5 നേരം നമസ്കാരക്കാരനാണെന്ന് പള്ളിയിൽ വരുന്നവനാണെന്നും പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിച്ചേക്കാം. മറ്റു നന്മയും ചെയ്യുന്നുണ്ടാകാം, ചന്ത കൊടുക്കുന്നുണ്ടാകാം, വലിയ നന്മയുള്ള ആളാണെന്നും പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാം. പക്ഷെ അള്ളാഹുവിന് വഞ്ചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കർമ്മങ്ങളിൽ ഒരു പ്രത്യേകമായ ആത്മാർത്ഥത ഉണ്ടാകണം. ചെയ്യുന്ന കർമ്മങ്ങളിലും ഒരു ആത്മാർത്ഥത ഉണ്ടാകണം. പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടിയാകുമ്പോഴാണ്, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ആത്മാർത്ഥത ഉളവാകുന്നത്. ഇക്കാര്യം തന്നെയാണ് കർമ്മങ്ങളിൽ യോഗ്യതയും മേന്മയും ഉണ്ടാക്കുന്നത്. പറയുന്നു, ഓർക്കേണ്ട കാര്യം ഇതാണ്, നാം എല്ലാ ദിവസവും ചൊല്ലുന്ന കലിമയുടെ അർത്ഥം എന്താണ്? കലിമയുടെ അർത്ഥം ഇതാണ്: നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും ഹൃദയം കൊണ്ട് അതിനെ സാക്ഷ്യപ്പെടുത്തുകയും, അതായത് തന്റെ ആരാധനയും പ്രേമഭാചനവും ലക്ഷ്യവും അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് സാക്ഷ്യം വഹിക്കലുമാകുന്നു. മുമ്പ് വിവരിച്ചതുപോലെ അദ്ദേഹം പറയുന്നു, ഇലാഹ് എന്ന പദം പ്രേമഭാചനത്തിനും യഥാർത്ഥ ലക്ഷ്യത്തിനും ആരാധനയും വേണ്ടിയാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഏറ്റവും അധികം അവനോടാണ് സ്നേഹമുണ്ടാകേണ്ടത്. അവനായിരിക്കണം അവന്റെ പരമലക്ഷ്യം. അവനെ പ്രാപിക്കാനാണ് ഉദ്ദേശമുണ്ടാകേണ്ടത്, അല്ലാതെ ഭൗതിക കാര്യങ്ങൾ നേടാനുള്ള ഉദ്ദേശം ഉണ്ടാകരുത്. അവനെ മാത്രം ആരാധിക്കണം. ഒരു തരത്തിലുള്ള ഗോപ്യമായ ശിർക്കും ഉണ്ടാകരുത്. പറയുന്നു, ഇലാഹ് എന്ന പദം സ്നേഹഭാചനത്തിനും യഥാർത്ഥ ലക്ഷ്യത്തിനും ആരാധ്യനും വേണ്ടിയാണ് വന്നിട്ടുള്ളത്. മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള ഈ കലിമ വിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങളുടെ ആകത്തുകയാണെന്നും പറയുകയുണ്ടായി. ഒരു വിശാലമായ പ്രത്യേകമായ ഗ്രന്ഥം മുഴുവനായും മനഃപ്പാടമാക്കുക എളുപ്പമല്ല. വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കുക എളുപ്പമുള്ള സംഗതിയല്ല. അതുകൊണ്ട് ഈ കലിമ പഠിപ്പിക്കുകയുണ്ടായി. അത് എല്ലാ സമയത്തും മനുഷ്യൻ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അന്തസത്തയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ അന്തസത്ത? വിശുദ്ധ ഖുർആന്റെ അന്തസത്ത ലാ ഇലാഹ ഇല്ലല്ലാ എന്നാകുന്നു. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അവൻ തന്നെയാണ് എൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും എൻ്റെ പ്രേമഭാചനവും. ഈ യാഥാർത്ഥ്യം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകാത്തിടത്തോളം കാലം മോക്ഷം ഉണ്ടാകുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതായത് ആരാണ് സത്യഹൃദയത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇത് വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ശരിക്കും ജനങ്ങൾ വഞ്ചിതരാകുകയാണ് ചെയ്യുന്നത്. ഏതുവരെ അവർ തത്തമ്മയെ പോലെ വാക്കുകൾ ഉരുവിട്ടാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് കരുതുകയാണെങ്കിൽ അവർ വഞ്ചനയിലാണ്. ഇത്രമാത്രമാണ് ഇതിന്റെ യാഥാർത്ഥ്യമെങ്കിൽ പിന്നെ കർമ്മങ്ങളെല്ലാം തന്നെ നിരർത്ഥകവും വ്യർത്ഥവുമായി തീരുന്നതാണ്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ കർമ്മങ്ങളെല്ലാം അവസാനിക്കുന്നതാണ്. ഇത്രയും വലിയ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ നൽകേണ്ട ആവശ്യം തന്നെ എന്തായിരുന്നു? ന്യായപ്രമാണം അനാവശ്യമായി തീരും. അല്ല, അതിന്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ അതിനുള്ളിൽ വെച്ചിട്ടുള്ള പൊരുൾ കർമ്മരൂപത്തിൽ മനുഷ്യഹൃദയത്തിൽ പ്രവേശിക്കേണ്ടതുണ്ട്. ഈ കാര്യമുണ്ടായാൽ അത്തരം വ്യക്തി യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പൊരുളിന്റെ യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കിയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മരണത്തിന് ശേഷം മാത്രമല്ല, മറിച്ച് ഈ ജീവിതത്തിലും അയാൾ സ്വർഗത്തിലായി തീരുന്നതാണ്. ആ മഹാത്മാവ് മറ്റൊരു സദസ്സിൽ ഇപ്രകാരം പറയുകയുണ്ടായി. മറ്റൊരു പത്രത്തിൽ കുറെ കൂടി വിശദമാക്കി ഇപ്രകാരം ചേർത്തിട്ടുണ്ട്. ആ മഹാത്മാവ് പറയുകയുണ്ടായി, അള്ളാഹുവിന് വാക്കുകളുമായി ഒരു ബന്ധവുമില്ല, ഹൃദയവുമായിട്ടാണ് അവന് ബന്ധം. അതിന്റെ അർത്ഥം ഇതാണ്: യഥാർത്ഥത്തിൽ ഈ കലിമയുടെ സാരാംശത്തെ തങ്ങളുടെ ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിക്കുകയും കുടിയിരുത്തുകയും അള്ളാഹുവിന്റെ മഹത്വത്തെ പൂർണ്ണമായ നിലയിൽ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്തവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. സത്യസന്ധമായി കലിമയുടെ വക്താവായാൽ അള്ളാഹു അല്ലാതെ മറ്റൊന്നും പ്രിയപ്പെട്ടതായി മാറുന്നതല്ല. സത്യസന്ധമായി കലിമ ചൊല്ലിയാൽ പിന്നെ അള്ളാഹു അല്ലാതെ മറ്റാരും പ്രിയപ്പെട്ടതായി ഉണ്ടാകാൻ സാധ്യമല്ല. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധന പിന്നെ ഉണ്ടാകുന്നതല്ല. ആരെങ്കിലും ഗോപ്യമായി പിന്നെ ദൈവത്തെ അല്ലാതെ ആരാധിക്കുന്നതുമല്ല. അള്ളാഹു അല്ലാതെ മറ്റൊരു ലക്ഷ്യസ്ഥാനവും ഉണ്ടാകുന്നതല്ല. മറ്റൊന്നിനെയും അയാൾ അന്വേഷിക്കുന്നതുമല്ല. അവൻ അള്ളാഹുവിനെ മാത്രം തൃപ്തി കാക്ഷിക്കുന്നവനായിരിക്കും. ഈ സ്ഥാനം അബ്ദാൽ, കുത്തുബ്, ഖോസ് തുടങ്ങിയ പുണ്യാത്മാക്കളുടെയും ഔലിയാക്കളുടെയും വിശുദ്ധന്മാരുടെയും സ്ഥാനമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ ഹൃദയാത്മന വിശ്വാസം വേണം.
അതിന്റെ യഥാർത്ഥ വിവക്ഷയിൽ കർമ്മനിരതരാകണം. തുടർന്ന് പറയുന്നു, അള്ളാഹു അല്ലാതെ മനുഷ്യന് മറ്റൊരു സ്നേഹഭാജനവും ലക്ഷ്യസ്ഥാനവും ഉണ്ടാകാ പാടില്ല എന്ന കാര്യം, അതിന്റെ സത്യം എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അയാളെ ഈ ലോക ദുഃഖങ്ങളും വ്യഥകളും പ്രയാസങ്ങളും ഒന്നും തന്നെ അലട്ടുന്നതല്ല. മനുഷ്യൻ തനിക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണ് താൻ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അത് അവനെ അലട്ടുന്നതല്ല. പ്രസ്തുത പ്രയാസങ്ങൾ കൊണ്ട് അവൻ അസ്വസ്ഥചിത്തനാകുന്നതല്ല. അള്ളാഹു തന്റെ കൂട്ടുകാരന് വേണ്ടി സഹായിക്കാൻ വേഗം വരുന്നുവെന്ന് അവന് നന്നായി അറിയാം. പലപ്പോഴും അള്ളാഹു തന്നെ അവന് മനഃശാന്തി നൽകുന്നു. അക്കാര്യത്തിലും അവന് ബോധ്യമുണ്ടാകും. പറയുന്നു, ഈ സ്ഥാനമാണ് വിശുദ്ധന്മാർക്കും ഔലിയാക്കൾക്കും ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ അസ്തിത്വമാണ് ലക്ഷ്യമെങ്കിൽ ആ പ്രസ്തുത അസ്തിത്വത്തെ പ്രാപിക്കലും ലക്ഷ്യമാക്കി വെക്കുകയാണെങ്കിൽ, ഭൗതിക വസ്തുക്കൾ ലക്ഷ്യമല്ലാതായി തീരുകയാണെങ്കിൽ പിന്നെ ആശങ്കക്ക് വകയില്ല. സഹാബാക്കൾ ഈ സംഗതി നന്നായി ഗ്രഹിച്ചവരാണ്. കുത്തുബുകളും അബ്ദാലും ഗോസുകളും ഈ തുടങ്ങിയ മഹാത്മാക്കൾ, ഈ പദവികൾ അലങ്കരിക്കുന്നവരെല്ലാവരും തന്നെ, അതുപോലെ തന്നെ ഭൂരിപക്ഷം സഹാബാക്കളും ഈ സ്ഥാനം കരസ്ഥമാക്കിയവരാണ്. സഹാബാക്കളിൽ മിക്കരും ഈ ഒരു സ്ഥാനം നേടിയവരാണ്. അതുകൊണ്ടാണ് അള്ളാഹു അവരെ നമുക്ക് മാതൃകയാക്കി മാറ്റിയത്. പറയുന്നു, ഒരിക്കലും തന്നെ ഞങ്ങൾ വിഗ്രഹാരാധകരല്ലോ അല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ഇത് വലിയ സ്ഥാനമാണെന്ന് പറഞ്ഞ ശേഷം സാധാരണക്കാർക്ക് വേണ്ടി പറയുന്നു, നിങ്ങൾ വെറും ഞങ്ങൾ വിഗ്രഹങ്ങളും ആരാധിക്കുന്നവരല്ല എന്നും അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ മാത്രം മതിയാകുമെന്നും പറഞ്ഞ് തൃപ്തി അടയരുത്. ഓർക്കുക, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല എന്നത് വളരെ താഴേക്കിടയിലുള്ള കാര്യമാകുന്നു. ദിവ്യ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അല്പം പോലും മനസ്സിലാക്കാത്ത ഹിന്ദുക്കൾ പോലും ഇപ്പോൾ വിഗ്രഹാരാധനയെ പരിത്യജിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആരാധ്യനെ കുറിച്ച്, യഥാർത്ഥ ആരാധനയെ കുറിച്ച് അവർക്കറിയില്ല, തൗഹീദിന്റെ പൊരുൾ അവർക്കറിയില്ല. എന്നിട്ടും അവർ വിഗ്രഹാരാധനയിൽ നിന്ന് വിമുഖത കാണിക്കുന്നു. ആരാധ്യൻ എന്നതിന്റെ വിവക്ഷ ഒരിക്കലും തന്നെ മനുഷ്യപൂജ അല്ലെങ്കിൽ ബിംബാരാധന എന്ന് തലം മാത്രം ഉൾക്കൊള്ളുന്നതല്ല. അതായത് അള്ളാഹുവിനെ ആരാധ്യനായി കണക്കാക്കുമ്പോൾ മനുഷ്യപൂജ നടത്തുകയും വിഗ്രഹങ്ങളെ പൂജിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ല ഉദ്ദേശം. ലോകത്ത് വേറെയും ആരാധ്യന്മാരുണ്ട്. ഇവ കൂടാതെയും ആരാധനാ പാത്രങ്ങളുണ്ട്. പ്രത്യക്ഷത്തിലുള്ള ആരാധ്യന്മാർ മാത്രമല്ല ഉള്ളത്. ഇതേ കാര്യമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. നിങ്ങളുടെ മാനസിക ഇച്ഛകളും സ്വേച്ഛകളും വിചാരങ്ങളുമൊക്കെ തന്നെ ആരാധനകളാണ്, ആരാധനാ പാത്രങ്ങളാണ്. കാമവികാരവും ആരാധനാ പാത്രമായി മാറുന്നു. അള്ളാഹുവിനെതിരിൽ അവ നിലകൊള്ളുമ്പോൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതായി മാറുമ്പോൾ ഈ മാനസിക ഇച്ഛകളും ഈ വിചാരങ്ങളൊക്കെ തന്നെ ആരാധനാ പാത്രങ്ങളായി മാറുന്നു. പറയുന്നു, സ്വേച്ഛകളെ പൂജിക്കുകയും തങ്ങളുടെ ആഗ്രഹങ്ങളെ പിൻപറ്റുകയും അതിനുവേണ്ടി മരിക്കുകയുമാണെങ്കിൽ അയാൾ വിഗ്രഹാരാധകനും മുഷ്രിക്കും ആയി മാറുന്നു. പറയുന്നു, ഇവിടെ ലാ എന്ന പദം, ഇവിടെ ലാ ഇല്ല എന്ന അർത്ഥത്തിൽ ഉള്ള ലാ എന്ന പദം അതിനുശേഷം വരുന്ന ആ ഒരു നാമത്തെ ബാഹ്യമായ നിലയിൽ മാത്രം നിരാകരിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഇലാഹ്, ആരാധ്യന്മാർ എന്ന് പറഞ്ഞ എല്ലാ തരത്തിലുള്ള ആരാധ്യന്മാരെയും അവിടെ നിരാകരിക്കുന്നുണ്ട്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിലുള്ള ആരാധന മാത്രമല്ല, ഭൗതികമായ വസ്തുവിനെ മാത്രമല്ല നിരാകരിക്കുന്നത്. അള്ളാഹുവിനെതിരിൽ നിലകൊള്ളുന്ന ഏതൊരു വസ്തുവിനെയും, അതെന്തായാലും ശരി, അള്ളാഹുവിന് എതിർ നിലകൊള്ളുന്ന എല്ലാം തന്നെ ആരാധനാ പാത്രമായി മാറുന്നു. അവയൊക്കെ തന്നെ ഇത് നിരാകരിക്കുന്നു. പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എല്ലാതരം ആരാധന്മാരെയും നിരാകരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് വ്യക്തിപരമാണെങ്കിലും ഭൗതികപരമായ ബന്ധമാണെങ്കിലും ശരി, ആന്തരികവും ഭൗതികവും പ്രത്യക്ഷത്തിലും ലൗകിക തലത്തിലുമുള്ള വസ്തുക്കളായാലും ശരി, അത് ഹൃദയത്തിൽ ഗോപ്യമായിട്ടുള്ളതോ പ്രത്യക്ഷത്തിലുള്ളതോ ആയ വിഗ്രഹങ്ങളായാലും ശരി. ഉദാഹരണത്തിന്, ഒരാൾ ഉപാധികളിലും ഉപായങ്ങളിലും പ്രതീക്ഷ അർപ്പിക്കുന്നു, പൂർണ്ണ പ്രതീക്ഷ അർപ്പിക്കുന്നു, അതും ഒരു തരത്തിലുള്ള വിഗ്രഹമായി മാറുന്നു. ഇത്തരം വിഗ്രഹ ആരാധന എന്നത് ക്ഷയരോഗത്തിന് പോലെയാണ്. TB രോഗിയെ പോലെ അയാൾ മാറുന്നു. അത് അകത്തു നിന്നും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. വലിയ വിഗ്രഹങ്ങളെ പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതും എളുപ്പം തന്നെയാണ്. എന്നാൽ ഞാൻ കാണുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ നിന്നും അകലുന്നത് ഞാൻ കാണുന്നു. ഈ ഇന്ത്യ രാജ്യം ഹിന്ദുക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ മുസ്ലിങ്ങളെല്ലാം അവരിൽ നിന്നും തന്നെ പരിവർത്തനം ചെയ്യപ്പെട്ടവരല്ലേ? ഈ മുസ്ലിങ്ങളെല്ലാം മുമ്പ് വിഗ്രഹാരാധകരായിരുന്നില്ലേ? ഇവർ മുസ്ലിങ്ങളായതിനു ശേഷം വിഗ്രഹാരാധന ഉപേക്ഷിച്ചില്ലേ? ഇപ്പോൾ ഹിന്ദുക്കളിൽ തന്നെയുള്ള ചില കൂട്ടരും വിഗ്രഹാരാധനയ്ക്കെതിരാണ്.
അവരത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധനയെ കൊണ്ടുള്ള വിവക്ഷ ഇത്ര മാത്രമല്ല. പ്രത്യക്ഷത്തിൽ വിഗ്രഹാരാധന ഒഴിവാക്കി എന്നത് ശരിയാണ്. പക്ഷെ ഇപ്പോഴും ആയിരക്കണക്കിന് വിഗ്രഹങ്ങളെ മനുഷ്യർ കക്ഷത്തിൽ കൊണ്ട് നടക്കുന്നുണ്ട്. തത്വജ്ഞാനികളും താർക്കികരും എന്ന് പറയപ്പെടുന്ന ആളുകൾക്കും ഇതിൽ നിന്നും മോചനം ലഭിച്ചിട്ടില്ല. അവരുടെ ഉള്ളിലും അത് കുടികൊള്ളുന്നുണ്ട്. തത്വജ്ഞാനികളും താർക്കികരും ദാർശനികമെന്നും അറിയപ്പെടുന്നവരെല്ലാം അവർ ഒരുപാട് തെളിവുകൾ സമർപ്പിക്കുകയെന്നു ചെയ്യുന്നെങ്കിലും അവരുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ കുടികൊള്ളുന്നുണ്ട്. തങ്ങളുടെ വിജ്ഞാനത്തിന്റെ അഹങ്കാരം തന്നെ അവരുടെ വിഗ്രഹമായി മാറുന്നു. അവരുടെ വീക്ഷണങ്ങൾ അവരുടെ വിഗ്രഹങ്ങളാകുന്നു. അവർക്ക് അതിനെ മാറ്റാൻ കഴിയുന്നില്ല. പറയുന്നു, അള്ളാഹുവിന്റെ ഔദാര്യം ഇല്ലാതെ ഈ കീടങ്ങളെ ഉള്ളിൽ നിന്ന് പുറത്താക്കാൻ സാധ്യമല്ല. ഇത് വളരെ സൂക്ഷ്മമായ കീടങ്ങളാകുന്നു. ഏറ്റവും അധികം പ്രയാസവും നഷ്ടവും ഇവയെ കൊണ്ട് തന്നെയാണ് ഉണ്ടാകുക. സ്വേച്ഛകളാൽ വശംവദരായ അള്ളാഹുവിന്റെ കടമകളിൽ നിന്നും അതിൻ്റെ അതിർവരമ്പുകളിൽ നിന്നും പുറത്തേക്ക് പോകുന്നവരും അതുപോലെ അടിയാറുകളുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നവരും അക്ഷരാഭ്യാസമില്ലാത്തവരാണ് എന്നല്ല കാണാൻ സാധിക്കുക. മറിച്ച് അവരിലും ആയിരക്കണക്കിന് മൗലവിമാരും പണ്ഡിതന്മാരുമുണ്ട്. ഒരുപാട് പേർ കർമ്മശാസ്ത്ര വിശാരദന്മാരുമാണ്. സൂഫിയാക്കളുമുണ്ട്. എന്നാൽ ഇതൊക്കെ ആയിട്ടും അവരും ഈ രോഗങ്ങളിൽ അകപ്പെട്ടതായി കാണാം. അടിയാറുകളുടെ കടമകൾ നിർവഹിക്കാതിരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവർ അതിന് പൊരുൾ വിസ്മരിക്കുന്നു. ഈ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതാണ് ധീരത. വലിയ വലിയ ആളുകളാണെന്നും വലിയ നന്മയുള്ള ആളുകളാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നവരും അതിൽ ഉൾപ്പെടാം. എന്നാൽ അങ്ങനെയല്ല, വിഗ്രഹങ്ങൾ അവർക്കുള്ളിലുമുണ്ട്. പ്രസ്തുത വിഗ്രഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ധീരത. പൂർണ്ണമായും അള്ളാഹുവിന്റെ കടമകളും ദാസന്മാരുടെ അവകാശങ്ങളും നൽകുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശരിയായ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. അതുതന്നെയാണ് ധീരത. അതിനെ തിരിച്ചറിയുന്നതാണ് ഉന്നതമായ ബുദ്ധിയും വിവേകവും. പറയുന്നു, ഈ വിഗ്രഹങ്ങൾ കാരണം പരസ്പര കാപട്യം ഉണ്ടാകുന്നു. നിരവധി കൊലപാതകങ്ങൾ നടമാടുന്നു. ഒരാൾ തന്റെ സഹോദരനെ വഞ്ചിക്കുന്നു, അവകാശം ധ്വംസിക്കുന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് തിന്മകൾ അത് മുഖേന ഉണ്ടാകുന്നു. എല്ലാ ദിവസവും എല്ലാ നേരവും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉപാധികളിലും കാര്യകാരണങ്ങളിലും എത്രമാത്രം പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്നാൽ ദൈവത്തെ നിർജീവമായ ഉപേക്ഷിക്കപ്പെട്ട ഒരു അവയവമായി ഗണിക്കുന്നു. ആ മഹാത്മാവ് പറയുന്നു, തൗഹീദിന്റെ യഥാർത്ഥ ആശയം മനസ്സിലാക്കിയവർ വളരെ വിരളമാണ്. അവരോട് ഇക്കാര്യം ചോദിച്ചാൽ അവർ ജഡുതിയിൽ പറയും, ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ, ഞങ്ങൾ കലിമ ചൊല്ലുന്നില്ലേ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇവർ വായ കൊണ്ട് കലിമ ഉരുവിടുന്നത് മാത്രം മതിയാണ് എന്ന് കരുതുന്നു. ഞാൻ നിശ്ചയമായും പറയുന്നു, മനുഷ്യൻ പരിശുദ്ധ കലിമയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും കർമ്മപരമായി അതിൽ ഉറച്ചു നിൽക്കുകയുമാണെങ്കിൽ വലിയ പുരോഗതി നേടുന്നതാണ്. അള്ളാഹുവിന്റെ അത്ഭുതാവഹമായ ശക്തികൾ കാണാൻ കഴിയുന്നതാണ്. നല്ലപോലെ ഓർക്കുക, ഞാൻ ഈ സ്ഥാനത്ത് ഒരു സാധാരണ ഉപദേശിയെ പോലെ അല്ല നിലകൊള്ളുന്നത്. എന്തെങ്കിലും പഴംപുരാണങ്ങളും കഥകളും പറയാനല്ല വന്നിരിക്കുന്നത്. ഞാൻ ഷഹാദത്തിന് വേണ്ടി, സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് വന്നത്. അള്ളാഹു എനിക്ക് നൽകിയ സന്ദേശം എത്തിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലയോ, അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലയോ എന്നൊന്നും എൻ്റെ വിഷയമല്ല. അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ നൽകേണ്ടി വരുന്നതാണ്. എനിക്ക് എൻ്റെ കടമ നിറവേറ്റേണ്ടതുണ്ട്. എൻ്റെ ജമാഅത്തിൽ പ്രവേശിച്ച നിരവധി ആളുകൾ തൗഹീദ് പ്രഖ്യാപിക്കുന്നുവെന്നും എന്നാൽ അവരുടെ ഹൃദയം അത് അംഗീകരിക്കുന്നില്ലെന്ന് എന്നും ഞാൻ വളരെ ഖേദത്തോടെ പറയുകയാണ്. തൻ്റെ സഹോദരന്റെ അവകാശം ധ്വംസിക്കുകയും വഞ്ചന കാണിക്കുകയും മറ്റു തിന്മകളിൽ നിന്നും പിന്മാറാതിരിക്കുകയും ചെയ്യുന്നവർ തൗഹീദിനെ അംഗീകരിക്കുന്നവരാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നതല്ല. കാരണം ഈ അനുഗ്രഹം സിദ്ധിച്ചാൽ ഉടൻ തന്നെ മനുഷ്യന്റെ മുമ്പിൽ ഒരു അഭൗമിക മാറ്റം ഉണ്ടാകുന്നു. തൗഹീദിനെ അംഗീകരിക്കുന്നവരിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ടതാണ്. അവരിൽ വൈരാഗ്യം, വെറുപ്പ്, അസൂയ, പ്രകടനപരത തുടങ്ങിയ വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ല. അള്ളാഹുമായി അവന് സാമീപ്യം ഉണ്ടാകും. ഈ മാറ്റവും യഥാർത്ഥ തൗഹീദിന്റെ വക്താവും ആകുന്നത് മനുഷ്യന്റെ ഉള്ളിലെ വിഗ്രഹങ്ങളായ അഹങ്കാരം, സ്വാർത്ഥത, പ്രകടനപരത, വെറുപ്പ്, ശത്രുത, അസൂയ, പിശുക്ക്, കാപട്യം, വാഗ്ദാന ലംഘനം തുടങ്ങിയവ അകന്നു പോകുമ്പോഴാണ്. ഈ വിഗ്രഹങ്ങൾ ഉള്ളിലുണ്ടായിരിക്കെ മനുഷ്യൻ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് സത്യസന്ധമാകുക? ചുരുക്കത്തിൽ ഈ റമദാനിൽ ഈ വിഗ്രഹങ്ങളിൽ നിന്നും തങ്ങളെ പരിശുദ്ധരാക്കി വെക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശരിയായ വിവക്ഷ മനസ്സിലാക്കേണ്ടതും അതിൽ വിശ്വാസം കൈവരിക്കേണ്ടതുമാണ്. ആ മഹാത്മാവ് പറയുന്നു, ഇതിൽ മറ്റ് അസ്തിത്വങ്ങളെ എല്ലാം പൂർണ്ണമായി നിരാകരിക്കുന്നു എന്ന വിവക്ഷ ഉള്ളത് കൊണ്ട് തന്നെ വായ കൊണ്ട് ദൈവം ഏകനും പങ്കുകാരനില്ലാത്തവനുമാണെന്ന് ഏറ്റുപറയുക, അങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനം നടക്കുക കൊണ്ട് മാത്രം ഒരു പ്രയോജനവും ലഭിക്കുന്നതല്ല. വായ കൊണ്ട് കലിമ ചൊല്ലുകയും സാഹചര്യം അല്പമെങ്കിലും പ്രതികൂലമാകുകയും ചെയ്താൽ കോപതാപങ്ങളെ ദൈവമാക്കി മാറ്റുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എല്ലാവരും ഓർക്കുക,
എപ്പോഴും ഓർക്കുക, ഈ ഗോപ്യമായ ആരാധ്യൻ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം ഒരിക്കലും യഥാർത്ഥ ഏകദൈവ വിശ്വാസിക്ക് ലഭ്യമാകേണ്ട സ്ഥാനവും നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. ഭൂമിയിൽ എലി ഉണ്ടാകുന്ന കാലത്തോളം പ്ലേഗിൽ നിന്നും ആരും സുരക്ഷിതരല്ല എന്ന് പറയുന്നത് പോലെയാണിത്. അതുകൊണ്ട് തിന്മകളുടെ ഈ എലി അകത്തുള്ള കാലത്തോളം വിശ്വാസം അപകടത്തിലാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ചുവടുകൾ വെക്കുകയും ചെയ്യുവിൻ. പറയുന്നു, കലിമയെ സംബന്ധിച്ചുള്ള പ്രഭാഷണത്തിന്റെ രത്നച്ചുരുക്കം ഇതെന്തെന്നാൽ, അള്ളാഹു നിങ്ങളുടെ ആരാധ്യനും പ്രേമഭാജനവും ലക്ഷ്യവുമാകണം എന്നാണ് ഈ സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അകത്തുള്ള എല്ലാതരം തിന്മകളിൽ നിന്നും നിങ്ങൾ പരിശുദ്ധരാകുകയും നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങളെ നിങ്ങൾ പുറന്തള്ളുമ്പോഴുമാണ് ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് കരസ്ഥമാക്കാനാകുക. റമദാനിലെ ശേഷിച്ച ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എല്ലാതരം തിന്മകളെയും പുറന്തള്ളുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കാനും ശ്രദ്ധിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാതരം സൂക്ഷ്മമായ ശിർക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാതരം വിഗ്രഹങ്ങളെയും ഒഴിവാക്കാൻ കഴിയുമാറാകട്ടെ. അള്ളാഹു തന്നെ നമ്മുടെ ആരാധ്യനും ലക്ഷ്യസ്ഥാനവും പ്രേമഭാജനവും ആകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമാറാകട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നിൽ സ്ഥാപിച്ച കർമ്മപരമായ ജീവിതത്തിന്റെ സുന്ദര മാതൃക അവലംബമാക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഇതൊന്നും തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടാതെ സ്വായത്തമാകാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആകർഷിക്കാൻ നമുക്ക് കർമ്മപരമായും ആത്മീയപരമായും ജിഹാദ് ചെയ്യേണ്ടി വരുന്നതാണ്. റമദാന്റെ അന്ത്യപത്തിൽ ലൈലത്തുൽ ഖദറിനെ പറ്റി നിർണായക രാവിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ലൈലത്തുൽ ഖദർ നമ്മളെല്ലാം തന്നെ നമ്മുടെ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ആക്കാൻ തയ്യാറാകുമ്പോഴും അതനുസരിച്ച് ചെയ്യുന്നവരാകുമ്പോഴും അതിനെ ജീവിതത്തിൽ സ്ഥായിയായ ഭാഗമാക്കി മാറ്റുമ്പോഴുമാണ് നമുക്ക് നേടാനാകുക. ഇതാണ് ലൈലത്തുൽ ഖദർ പ്രാപിക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷണം. താൽക്കാലികമായ ലക്ഷണങ്ങൾ കണ്ടു, പ്രകാശം കാണാൻ സാധിച്ചു, ഇന്ന കാര്യം ദർശിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടു, മഴ വന്നു, സുഗന്ധം വന്നു തുടങ്ങിയവയെല്ലാം താൽക്കാലികമായ അടയാളങ്ങളാണ്. യഥാർത്ഥ അടയാളം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന വിപ്ലവമാണ്. ചില ജമാത്തുകളിൽ ഞാൻ 3 ദിവസം ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസം പ്രത്യേകം ദുആക്കൾക്കുള്ള പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ 3 ദിവസം പ്രത്യേകമായി ദുആകളിൽ മുഴുകുവാനാണ് നിജപ്പെടുത്തിയതെങ്കിൽ പിന്നെ നമ്മൾ പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം വിസ്മരിക്കുകയാണെങ്കിൽ, ഓർക്കുക, അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളുടെ അവസ്ഥ അറിയുന്നവനാകുന്നു. നമ്മുടെ നിയ്യത്തുകളെ, ഉദ്ദേശശുദ്ധിയെ അറിയുന്നവനാകുന്നു. അവനിൽ നിന്ന് ഒരു കാര്യവും മറിഞ്ഞിരിക്കുന്നില്ല. ആയതിനാൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനായി ഈ ദിനങ്ങൾ ദുആകളിൽ മുഴുകിക്കൊണ്ട് കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പിന്നെ ഈ ദിവസങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കും എന്ന് ശപഥം ചെയ്തുകൊണ്ടായിരിക്കണം നാം ഈ ദിനങ്ങൾ കഴിച്ചു കൂട്ടേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വിരോധികൾ നമ്മെ ഏൽപ്പിക്കുന്ന പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ അള്ളാഹു പ്രത്യേകമായ സഹായവും പിന്തുണയും പ്രകടമാക്കുന്നതുമാണ്. ഇൻഷാ അള്ളാഹ് നമ്മൾ അള്ളാഹുവിൻ്റെതായി തീർന്നാൽ അള്ളാഹു തന്റെ വാഗ്ദാനം അനുസരിച്ച് നമ്മുടെ വലിയായി സുഹൃത്തായി തീരുന്നതാണ്. ഓരോ ജമാഅത്ത് അംഗവും ആരും ഒഴിഞ്ഞു പോകാതെ തങ്ങളുടെ അവസ്ഥകളിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അത് വിപ്ലവമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആയതിനാൽ ഈ 3 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടാക്കിയവർ ഈ ഒരു അവസ്ഥ തങ്ങളിൽ ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷവും അള്ളാഹു ദുആകൾ സ്വീകരിക്കുന്നില്ലെന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു നടക്കരുത്. അങ്ങനെ ധരിക്കരുത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനും അദ്ദേഹത്തിന്റെ ജമാഅത്തിനും വിജയങ്ങൾ ശീഘ്രഗതിയിലോ കുറച്ചു കാലത്തിന് ശേഷമോ നൽകുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതേസമയം നമ്മൾ നമ്മുടെ അവസ്ഥകളിൽ വിപ്ലവാത്മകമായ മാറ്റമുണ്ടാക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആരാധ്യനും ലക്ഷ്യസ്ഥാനവും പ്രേമഭാജനവും അള്ളാഹുവിനെ ആക്കുകയുമാണെങ്കിൽ, ഭൗതിക താല്പര്യങ്ങളെക്കാൾ ഉപരി അള്ളാഹുവിനോടുള്ള സ്നേഹവും അവനെ പ്രാപിക്കുന്നതും നമ്മുടെ ലക്ഷ്യമാക്കുകയാണെങ്കിൽ ഈ വിപ്ലവം പെട്ടെന്ന് ഉണ്ടാക്കാനാകുന്നതാണ്. അള്ളാഹു നിരാശ്രയനാകുന്നു. അവന്റെ കാര്യങ്ങളിൽ നിബന്ധനകളും ഉണ്ടാകും. നമുക്ക് നമ്മുടെ അവസ്ഥകളിൽ മാറ്റമുണ്ടാക്കാനുള്ള ശപഥം ചെയ്യേണ്ടിയിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിലെ അവസാന 10 നരകത്തിൽ നിന്നുമുള്ള മോക്ഷത്തിന്റെ 10 ഞാൻ വിവരിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഹൃദയാത്മന പ്രഖ്യാപിക്കുന്നവന് മേൽ നരകാഗ്നി നിഷിദ്ധമാക്കപ്പെടുന്നതാണ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് മനുഷ്യൻ സ്ഥായിയായ കർമ്മങ്ങൾ ചെയ്യണമെന്നാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ
അത് ഞാൻ വിശദമായി വിവരിക്കുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിനോടൊപ്പം കർമ്മങ്ങളും വളരെ അനിവാര്യമായ സംഗതിയാകുന്നു. ചുരുക്കത്തിൽ അവസാന 10 അത് ശരിയായി പ്രയോജനപ്പെടുത്താൻ യഥാർത്ഥ നിലയിൽ ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കലിമയെ നമ്മുടെ ഹൃദയാന്തരങ്ങളുടെ ശബ്ദമാക്കി മാറ്റണം. ഹജറത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ കർമ്മത്തിലും അതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് അതനുസരിച്ച് ജീവിതം കഴിച്ചുകൂട്ടാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ദിനങ്ങളിൽ പൊതുവായും ലോകസമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു മനുഷ്യകുലത്തിന് മേൽ കരുണയും അനുഗ്രഹവും വർഷിക്കുമാറാകട്ടെ. इन दिनों में दुनिया के अमूमी अमन व इस्तेकाम के लिए भी दुआ करते रहें. अल्लाह ताला इंसानियत पर रहम और फजल फरमाए. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.